ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയെ ഇളക്കിമറിക്കാൻ വീണ്ടും അമിത്ഷാ കേരളത്തിലെത്തുന്നു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണാർത്ഥം പത്തനംതിട്ടയിലെത്തുന്ന അമിത്ഷാ പാർട്ടി പ്രവർത്തകരെ ഇളക്കിമറിക്കാൻ വലിയ പ്രചാരണായുധങ്ങൾ തന്നെ ഇത്തവണയും തൊടുത്തുവിടുമെന്നാണ് പാർട്ടി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണാർത്ഥം BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ BJP ആവേശത്തിൽ തന്നെയാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നടക്കുന്ന റോഡ് ഷോ ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് അണികൾ. നഗരം ചുറ്റി ജില്ലാ സ്റ്റേഡിയത്തിലെത്തുന്ന അമിത്ഷാ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. തുടർന്ന് ആലപ്പുഴയിലുമെത്തും. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് വോട്ട് അഭ്യർത്ഥിക്കാൻ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടി കേരളം ആവേശത്തിലാവുകയാണ്. പ്രചാരണത്തിന് ശേഷം വൈത്തിരിയിൽ തങ്ങുന്ന പ്രിയങ്ക ഞായറാഴ്ച തിരികെ മടങ്ങും. നേരത്തെ മലേഗാവ് സ്ഫോടന കേസിൽ ആരോപണ വിധേയയായ സാധ്വി പ്രഗ്യ സിംഗ് താക്കൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയ അമിത്ഷാ വാർത്തകളിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. ഹൈന്ദവ ഭീകരത എന്ന കോൺഗ്രസിന്റെ കണ്ടുപിടുത്തത്തിനുള്ള മറുപടിയാണ് സാധ്വി പ്രഗ്യയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ഹൈന്ദവ ഭീകരതയുടെ പേരിൽ കോൺഗ്രസ് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുകയാണെന്ന് അമിത്ഷാ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഴിമതി കേസിൽ ബിജു ജനതാദളിനെ അമിത്ഷാ രൂക്ഷമായി വിമർശിക്കുന്നു. ഒഡീഷയിൽ BJP അധികാരത്തിലെത്തിയാൽ ചിട്ടി ഫണ്ട് അഴിമതിയിൽ ഉൾപ്പെട്ടവരെ 90 ദിവസത്തിനുള്ളിൽ ജയിലിലാക്കുമെന്നൊക്കെ അമിത്ഷാ പറഞ്ഞതിന് പിന്നാലെ കേരളത്തിലെത്തുമ്പോൾ എന്ത് അത്ഭുതമായിരിക്കും പറയാൻ പോകുന്നത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തെ തടയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിവില്ലെന്നും മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ മാത്രമേ രാജ്യം സുരക്ഷിതമായിരിക്കുകയുള്ളൂവെന്നുമാണ് അമിത്ഷാ പ്രചാരണത്തിലുടനീളം പറയുന്നത്. 2007 നടന്ന സംജോത എക്സ്പ്രസ് സ്ഫോടനം, അതിനടുത്ത വർഷം നടന്ന മലേഗാവ് മുസ്ലിം പള്ളിയിലെ സ്ഫോടനം എന്നിവയ്ക്ക് ശേഷമാണ് ഹിന്ദു ഭീകരത എന്ന വാക്ക് കോൺഗ്രസ് ആവർത്തിക്കുന്നതെന്നും പ്രചരിപ്പിക്കുന്നതെന്നും അമിത്ഷാ വിമർശിക്കുന്നു. ഹിന്ദു ഭീകരത പ്രചരിപ്പിച്ചതിന് കോൺഗ്രസിനുള്ള ശിക്ഷയായിട്ടാണ് മലേഗാവ് സ്ഫോടന കേസിൽ ആരോപണ വിധേയയായ സാധ്വി പ്രഗ്യയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് അമിത്ഷായുടെ നിലപാട്. കാവി ഭീകരത എന്ന ആശയം ദിഗ്വിജയ് സിംഗിൻ്റെതായിരുന്നുവെന്നും അതിനാലാണ് അദ്ദേഹത്തിനെതിരെ തന്നെ പ്രഗ്യയെ നിർത്തിയതെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. ഒഡീഷയിൽ BJP അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് കുടിവെള്ള പദ്ധതി, വൈദ്യുതി, വീട് എന്നിവ 2022 സാധ്യമാക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാത്തതിൽ നവീൻ പട്നായിക് സർക്കാരിനെയും അമിത്ഷാ വിമർശിക്കുന്നു. കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളായിരിക്കും അമിത്ഷാ തൊടുത്തുവിടാൻ പോകുന്നത്. മുൻപെത്തിയപ്പോഴൊക്കെ ആ ഒരു തരംഗമാണ് അമിത്ഷാ കേരളത്തിൽ തൊടുത്തുവിട്ടത്. ഇത്തവണയും സർക്കാർ വിരുദ്ധ തരംഗം തന്നെയായിരിക്കും കേരളത്തിൽ അമിത്ഷായുടെ തുറപ്പുചീട്ട്. ഒപ്പം കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങളായിരിക്കും അമിത്ഷാ പ്രചാരണത്തിലുടനീളം നിരത്തുക. ഏതായാലും പത്തനംതിട്ടയിലെ അണികൾ അമിത്ഷായെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.